തൻ്റെ വാസഗൃഹത്തിനടുത്ത് വില്ലുമംഗലം സ്വാമിയാർ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ കുറൂരമ്മ ഒരു ദൂതനെ വിട്ട് സ്വാമിയാരെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു. അന്നേക്ക് 3-ാം ദിവസം ചെന്നുകൊള്ളാമെന്ന് വാക്കും കൊടുത്തു. കുറൂരമ്മ സദ്യയ്ക്ക് വേണ്ടതൊക്കെ വട്ടം കൂട്ടി തുടങ്ങി. ഭിക്ഷയ്ക്ക് ചെല്ലേണ്ട തലേനാൾ നാട്ടിലെ ജന്മിയും വേദജ്ഞാനിയുമായിരുന്ന ചെമ്മങ്ങാട്ട് ഭട്ടതിരി സ്വാമിയാരെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു. താൻ അന്നേ ദിവസം കുറൂരമ്മയുടെ ഇല്ലത്ത് ഭിക്ഷ സ്വീകരിക്കാമെന്ന് ഏറ്റ കാര്യം സ്വാമിയാർ ഭട്ടതിരിയെ അറിയിച്ചു. പക്ഷെ ഭട്ടതിരിക്ക് അതേ ദിവസം തന്നെ സ്വാമിയാർക്ക് ഭിക്ഷ നൽകണമെന്ന വാശിയായി. വിളമ്പിത്തരാൻ ഗൃഹസ്ഥനില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഭിക്ഷ കൈക്കൊള്ളുക എന്ന വാദവും ഭട്ടതിരിപ്പാട് ഉന്നയിച്ചു. ഈ ഒരു കാരണം കിട്ടിയപ്പോൾ ഭട്ടതിരിയുടെ നിർബന്ധത്തിന് വില്ലുമംഗലം വഴങ്ങി. അന്ന് കാലത്ത് ചെമ്മങ്ങാട്ടമ്മ കുളക്കടവിൽ വെച്ച് കുറൂരമ്മയോട് പറഞ്ഞു, വെള്ളം തെറിപ്പിച്ച് അശുദ്ധിയാക്കരുത്. വില്ലുമംഗലം സ്വാമിയാർ ഇന്ന് ഇല്ലത്ത് ഭിക്ഷയ്ക്ക് എഴുന്നള്ളുന്നുണ്ട്. ശുദ്ധിയായിട്ട് വേണം വെപ്പുപണി തുടങ്ങാൻ. ഇന്നത്തെ ഭിക്ഷ എൻ്റെ അവിടെയാണെന്ന് കുറൂരമ്മയും മറുപടി പറഞ്ഞു. അപ്പോൾ ചെമ്മങ്ങാട്ടമ്മ വിട്ടുകൊടുത്തില്ല. സ്വാമിയാർ സ്ത്രീജനങ്ങളെ നേരിട്ട് കാടില്ല. വിളമ്പാൻ ഒരാൺതരി പോലും ഇല്ലാത്തിടത്ത് അദ്ദേഹം എങ്ങനെയാണ് ഭിക്ഷയേൽക്കുക? ഇത് കേട്ട് ഒന്നും മിണ്ടാതെ വ്യസനസമേതം കുറൂരമ്മ ഇല്ലത്തേക്ക് മടങ്ങി. അവിടെ ചെന്നപ്പോൾ 10-11 വയസ്സുള്ള സുന്ദരനായ ഒരു ഉണ്ണി ഇല്ലത്തെ പടിമേലിരിക്കുന്നു. കുറൂരമ്മയെ കണ്ടതും ഉണ്ണി പറഞ്ഞു, അമ്മേ, ഞാൻ മേലേടത്തെ ഉണ്ണിയാണ്. ഇന്ന് വില്ലുമംഗലം ഭിക്ഷയ്ക്ക് വരുന്ന ദിവസമല്ലേ? അമ്മയെ അടുക്കളയിൽ സഹായിക്കാനും സ്വാമിയാർക്ക് വിളമ്പാനും ഞാൻ സഹായിക്കാം. നിയന്ത്രിക്കാനാവാത്ത സന്തോഷത്തോടെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് കുറൂരമ്മ പറഞ്ഞു, ഗുരുവായൂരപ്പൻ എൻ്റെ സങ്കടം അറിഞ്ഞ് ഉണ്ണിയെ ഇങ്ങോട്ട് അയച്ചതാണ്. എനിക്ക് സന്തോഷമായി. അങ്ങനെ സ്വാമിയാരെയും കാത്തിരിപ്പായി. വില്ലുമംഗലമാകട്ടെ ഭിക്ഷയ്ക്ക് ചെമ്മങ്ങാട്ടേക്ക് പോകാൻ ഒരുങ്ങി. സ്വാമിയാർ പുറപ്പെടുമ്പോൾ മംഗളസൂചകമായി ശംഖ് മുഴക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഭൃത്യൻ ശംഖ് ഊതാൻ ആരംഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ശംഖിന് ശബ്ദമില്ല. പലരും ശ്രമിച്ചിട്ടും സാധിച്ചില്ല. സ്വാമിയാരും പരിഭ്രമിച്ചു. അല്പമൊന്ന് ആലോചിച്ചപ്പോൾ കുറൂരമ്മയ്ക്കുണ്ടായ അവഗണനയാവാം ഇതിൻ്റെ കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആട്ടെ, ഭിക്ഷയ്ക്ക് കുറൂരില്ലത്തേക്ക് നടന്നുകൊള്ളുക. ശംഖു മുഴങ്ങട്ടെ. അതാ ശംഖിൽ നിന്ന് ഗംഭീരമായ മുഴക്കം പുറത്തു വരുന്നു. സ്വാമിയാർ കുറൂരില്ലത്തെത്തി. അവിടെ അതാ കാലു കഴുകിക്കാൻ കിണ്ടിയുമായി ഒരു ഉണ്ണി ഒരുങ്ങി നിൽക്കുന്നു. ഭിക്ഷയ്ക്ക് വിളമ്പാനും കുടിനീർ വീഴ്ത്താനും ആ ഉണ്ണി തന്നെ. സ്വാമിയാർ അതിശയിച്ചുകൊണ്ട് ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണി എവിടുത്തെയാണ്? കുറൂരമ്മയുടെ ആരാണെന്ന്. ഞാൻ ഇവിടെയൊക്കെ തന്നെയുള്ളതാണ്. കുറൂരമ്മയുടെ അടുത്ത ബന്ധുവും. സ്വാമിയാരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് പാത്രവുമായി അകത്തേക്ക് ചെന്ന ഉണ്ണിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. പോകുമ്പോൾ നേരിയ ഒരു കിങ്ങിണിയുടെ സ്വരം കേട്ടതായി സ്വാമിയാർക്ക് തോന്നി. കുറൂരമ്മയുടെ വിളമ്പൽക്കാരനായി വന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് സ്വാമിയാർക്ക് ബോധ്യമായി. തനിക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് വല്ലാത്ത ജാള്യതയും തോന്നി.